ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കൊറിയൻ മാംഗോ പാൻ കേക്കാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു ഡിഷാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണിത്. നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ 1 കപ്പ് പാലെടുത്ത് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ 1 ടേബിൾ സ്പൂൺ വാനില എസൻസ്, പിന്നെ ഞാൻ ചേർത്തിരിക്കുന്ന ഫുഡ് കളറായിട്ടുള്ള മഞ്ഞയും പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സിയിലടിച്ച് ഈ ഒരു പരുവത്തിലാക്കണം. ഞാനിവിടെ വിട്ടുപോയൊരു കാര്യമാണ്, 1 കപ്പ് മൈദയും കൂടെ നിങ്ങൾ മിക്സിയിലടിക്കുമ്പോൾ അതും കൂടെ ചേർക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കും. കട്ടയൊന്നും കിട്ടാതെ നല്ല രീതിയിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നല്ല രീതിയിൽ ബീറ്റ് ചെയ്ത് നമുക്ക് ഈ ഒരു പരുവത്തിലാണ് എടുക്കേണ്ടത്. നിങ്ങൾ മിക്സിയിൽ തന്നെ ഇട്ട് അടിച്ചെടുക്കുന്നതായിരിക്കും ബെറ്റർ. ഇനി നമുക്കൊരു പാൻ വെച്ച് പാൻ ഒന്ന് ചൂടായി വരുമ്പം അല്പം ബട്ടർ ചേർക്കാം. നമ്മൾ ഓരോ വട്ടം ചുടുന്നതനുസരിച്ച് ബട്ടർ ചേർക്കണമെന്ന് ആവശ്യമില്ല. ആദ്യം ഒരു ജസ്റ്റ് ഒന്ന് തൂക്കി കൊടുത്താൽ മതി. ഇനി നമുക്കിത് ചൂടോടെ തന്നെ ചുട്ടെടുക്കാം. അതിനായിട്ട് ഞാനൊരു 1.5 തവി ബാറ്റർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മറിച്ചിടേണ്ട ആവശ്യമില്ല. ഈ ഒരു പരുവത്തിൽ നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് ആക്കിയെടുക്കാം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ചുട്ടെടുക്കാം. ഒരുപാട് തിന്നായിട്ട് ചുട്ടെടുക്കരുത്, പൊട്ടിപ്പോകും. അത്യാവശ്യം കട്ടിക്ക് തന്നെ എടുക്കണം. ഇപ്പം ഞാനിതെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ അകത്തേക്കുള്ള ക്രീം തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് അല്പം വാനില എസൻസും കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ബീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പലർക്കും കറക്റ്റ് രീതിയിൽ നമ്മുടെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നില്ലെന്ന് പറയുന്നത്. അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യത്തെ 1 മിനിറ്റിൽ നമ്മുടെ ബീറ്ററിൽ 1 എന്നുള്ള നമ്പറിലിട്ട് വേണം അടിക്കാൻ. 1 ബീറ്റായി കഴിയുമ്പം 2 എന്നുള്ള നമ്പറിൽ 2 മിനിറ്റ് ബീറ്റ് ചെയ്യണം. അങ്ങനെ നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് വേണം ഓരോ മിനിറ്റ്. ഇപ്പം 3 വെക്കുമ്പോൾ 3 മിനിറ്റ്, 4 4 മിനിറ്റ്, അങ്ങനെയാണ് നമ്മൾ എടുക്കുന്ന അനുസരിച്ചുള്ള ക്രീമിന് ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്ക് ഒരു 2 മിനിറ്റിനുള്ളിൽ നമ്മുടെ ബീറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ അരിഞ്ഞു വെച്ച മാങ്ങയും കൂടെ, ഇതിൻ്റെ അകത്ത് മാങ്ങ ആണല്ലോ വേണ്ടത്, മാങ്ങയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്യാം. അതിനായിട്ട് ഞാനൊരു ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 സ്പൂൺ ക്രീമും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച മാംഗോയും കൂടെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് റോൾ ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ റോളിനൊക്കെ റോള് മടക്കി എടുക്കത്തില്ലേ, അതേപോലെ നമുക്ക് ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇതേപോലെ ആദ്യം ഇതിങ്ങനെ മടക്കിയിട്ട് 2 സൈഡിൽ നിന്നും കവർ ചെയ്തിട്ട് റോള് പോലെ നമുക്ക് ആക്കിയെടുക്കാം. കണ്ടോ, നമ്മുടെ ചിക്കൻ റോൾ ചെയ്യുന്ന പോലെയാണ് നമ്മളിപ്പോൾ ഇത് റോൾ ചെയ്തിരിക്കുന്നത്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ റോൾ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കൊറിയൻ മാംഗോ പാൻ കേക്ക് റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആയിരിക്കും ഇത്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചിട്ട് തിന്നുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റാണ്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് വയ്ക്കണം. എന്തായാലും ഇത് ടേസ്റ്റ് ചെയ്യാൻ പിള്ളേർക്ക് തന്നെ നമുക്ക് കൊടുക്കാം അല്ലേ. ഫായ്ക്കും പാത്തും റെഡി ആയിട്ടിരിക്കും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി. എന്തായാലും എങ്ങനെയുണ്ടെന്ന് അവർ തന്നെ പറയട്ടെ. എന്തായാലും അവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് വയ്ക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.